മലക്കിനെ അറിയിച്ചു. മുഹമ്മദ് മുസ്തഫ വിഷമിക്കാതിരുന്നോളെ, ധൈര്യമായിരുന്നോളെ. നിങ്ങൾ അറിയുമോ ഒരു കഥ? നബിയെ നിങ്ങൾ അറിയുമോ ഒരു കഥ, ഒരു സംഭവം? കേട്ടോളൂ. പണ്ട് കഴിഞ്ഞൊരു സംഭവം അള്ളാഹു നബി തങ്ങളെ അറിയിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറഹോ നബിയെ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നബിയെ? നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? കൈഫ ഫഅല റബ്ബുക, നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ബിഅസ്ഹാബിൽ ഫീൽ, കഅബാലയത്തെ തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പട്ടാളക്കാരെ നിങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്തത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ? പിന്നെന്തിനാ ഈ റോമക്കാരന്റെയും പേർഷ്യക്കാരന്റെയും മറ്റും പടയെടുത്ത് വരുന്നത് നിങ്ങൾ പേടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിലെ ഒരു സംഭവത്തെ സൂചിപ്പിച്ചു കൊടുക്കാൻ നബിതങ്ങൾക്ക്. അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ നബിതങ്ങൾക്ക്, അള്ളാഹുവിന്റെ ഇടപെടലിനെ പറ്റി. നമ്മളിങ്ങനെ ചരിത്രങ്ങൾ പറയും, എന്നിട്ട് കഥകളായിട്ട് മാത്രം പറഞ്ഞു തീർക്കും. ദൈനംദിന ജീവിതത്തിൽ അള്ളാഹിനെ ഇടപെടിപ്പിക്കുന്നതിന് പകരം നമ്മൾ ശേഖന്മാരത്തേക്ക് പോകും. ഹിന്ദുക്കൾ വേറെ വഴിക്ക് പോകും, ക്രിസ്ത്യാനികൾ വേറെ വഴിക്ക് പോകും, കമ്മ്യൂണിസ്റ്റുകാർ വേറെ വഴിക്ക് പോകും, മുസ്ലിമീങ്ങൾ വേറെ വഴിക്ക് പോകും. പ്രശ്നത്തിൽ ഇടപെടേണ്ടതോ അള്ളാഹു മാത്രം. ഇത് ചരിത്രപരമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളും ആണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചില്ലേ, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഓ നബിയേ, അവരുടെ തന്ത്രം പാളിപ്പോയില്ലേ നബിയേ? അവരുടെ തന്ത്രം പാളിപ്പോയില്ലേ നബിയേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരെ തന്ത്രത്തെ അല്ലാഹു അപകടത്തിലാക്കിയില്ലേ നബിയെ? എന്തായിരുന്നു തന്ത്രം? അതൊക്കെ നിങ്ങൾ പഠിച്ചോളണം. പഠിക്കല സുഹൃത്തുക്കളെ, നാദാപുരത്തെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് പഠിക്കാൻ ഒന്നിനൊരു ക്ഷാമമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കേരളക്കാർക്ക് പഠിപ്പിന്റെ കാര്യത്തിൽക്കല്ല, ഇൽമിന്റെ കാര്യത്തിൽ കേരളക്കാർക്ക് ഒരു കുഴപ്പമില്ല. ഇൽമിന്റെ പ്രകാശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇൽമല്ല നമുക്ക് കുറവ്, ഇൽമുണ്ട് നമുക്ക്, ഇൽമിന്റെ പ്രകാശം കിട്ടുന്നില്ല നമുക്ക്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഉലമാക്കളായാലും ശരി, ഉമറാക്കളായാലും ശരി, സാധാരണക്കാരായാലും ശരി, ഇൽമിന്റെ പ്രകാശം ആവാഹിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ നമ്മൾ കഴിയണം. ചിലപ്പോൾ അത് ഹലാലായ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ഇൽമ് പ്രകാശിക്കാത്തതെന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുകയാണ്. അതാര് ചിന്തിക്കണം? ഉലമാക്കളും ചിന്തിക്കണം, ഉമറാക്കളും ചിന്തിക്കണം. ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ഹലാല് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ സംഗതി വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക. പൂർവികന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചില്ലേ മക്കളെ കുരുത്തം പഠിപ്പിക്കുന്ന കാര്യത്തിൽ? മക്കളെ കുരുത്തം പഠിപ്പിക്കാൻ വലിയ ചാട്ടവാർ പ്രയോഗമൊന്നും വേണ്ട, വലിയ വലിയ തർബിയത്ത് കോളേജുകളൊന്നും വേണ്ട, വലിയ വലിയ ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയിട്ട് ചാട്ടവാർ പ്രയോഗത്തിൽ അടച്ചുപൂട്ടിയൊന്നും ചെയ്യണ്ട. മക്കൾ കുരുത്തം പഠിക്കാൻ ഉമ്മി പാപ്പി എന്ത് ചെയ്താൽ മതി? ജനിച്ച് വീഴുന്നത് മുതൽ ഹലാലായ ഭക്ഷണം കൊടുത്താൽ മതി. ഹലാലായ ഭക്ഷണം കൊടുത്താൽ മക്കൾ നേടിയായിക്കോളും. അടിയും വേണ്ട, ഇടിയും വേണ്ട, ചാട്ടവാറും വേണ്ട. കാരണം അവർ പഠിപ്പിക്കുന്ന വിഷയം നമ്മളിന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാ ചെലവാക്കുന്നത്. എന്തോരം സ്ഥാപനങ്ങളാ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. ചെറുങ്ങനെ പഠിച്ചാൽ മതി. അത് പ്രകാശിപ്പിച്ചു തരും അല്ലാഹു തആല ഹലാലായ ഭക്ഷണം കഴിച്ചാൽ. ഹലാലായ ഭക്ഷണം വലിയ വിഷയമാണ്. പക്ഷെ നമ്മൾ ചില കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിൽ തന്നെ അങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ നമ്മളിത് പറയുമ്പോൾ നമുക്കത് വലിയ അത്ഭുതമായിട്ട് തോന്നും, അല്ലെങ്കിൽ കൊച്ചായിട്ട് തോന്നും. ഇതൊരു വലിയ വിഷയമാണ് ഹലാലായ ഭക്ഷണം എന്നത്. ഹലാലായ ഭക്ഷണം എന്നത് വലിയ വിഷയമാണ്. അത് ഏത് ഭക്ഷണമായിരുന്നാലും ശരി, ഫ്രീ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നാന്നുള്ളത് ഈ ഉമ്മത്തിന്റെ സ്വഭാവമായി പോയി. അതിൽ പെട്ടതാണ് കല്യാണം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, കല്യാണം എന്നതൊരു ഇബാദത്താണ്. നിക്കാഹ് ഇബാദത്താണ്, നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്,
ഹജ്ജ് ഇബാദത്താണ്, നിക്കാഹും ഇബാദത്താണ്. ഹജ്ജിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂല, നിസ്കാരത്തിൽ നമ്മളെ വക കൂട്ടാൻ പറ്റൂല, നോമ്പിൽ നമ്മളെ വകയൊന്നും കൂട്ടാൻ പറ്റൂല, നിക്കാഹിലും നമ്മളെ വകയൊന്നും ആക്കാൻ പറ്റൂല. നിക്കാഹിന്റെ പേരിൽ ഒരു ഭക്ഷണമേ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളൂ. കല്യാണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂല് ഒറ്റൊരു ഭക്ഷണമേ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ, അത് വലീമ മാത്രമാണ്. കല്യാണത്തിന്റെ പേരിൽ ഒറ്റ ഭക്ഷണമേ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ ദീനുൽ ഇസ്ലാം. അല്ലാത്ത ഭക്ഷണങ്ങൾ മുഴുവനും വിദേഹത്തിന്റെ ചോറാണ്. കല്യാണത്തിന്റെ പേരിൽ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട് തലേന്ന് പോയി തിന്നുന്ന ചോറ് എന്തടിസ്ഥാനത്തിലാ? ഫ്രീ കിട്ടുന്നതെല്ലാം തിന്നല് ആരെ സ്വഭാവ? 4 കാലും 1 വാലുള്ള മൃഗത്തിന്റെ സ്വഭാവമല്ലേ കിട്ടുന്നതെല്ലാം തിന്നല്? മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണോ അത്? മൈലാഞ്ചിന്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കൽ നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ട് ആരുണ്ടാക്കിയ വിധേയത്താ? അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ വിധേയത്താണോ? സമ്പ്രദായമാണോ? ഫാത്തിമ ബീവിന്റെ കല്യാണം എങ്ങനെയാണോ റസൂലുള്ളാഹി നടത്തിയത്? എന്തേ ഫാത്തിമാന്റെ കാര്യത്തിൽ, കല്യാണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ നാം ഒഴിവാക്കിയത്? നമ്മൾ ഏത് കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് കൈ അനക്കുന്ന കാര്യത്തിൽ, ദിക്റ് ചെല്ലുന്ന കാര്യത്തിൽ, തസ്ബീഹ് ചെല്ലുന്ന കാര്യത്തിൽ, ഖുനൂത്ത് ഓതുന്ന കാര്യത്തിൽ, റക്അത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ സകല കാര്യത്തിൽ അറാക്കിന്റെ കൊള്ളിന്റെ നീളം മുറിക്കുന്ന വിഷയത്തിനും കൂടി നാം സുന്നത്ത് അന്വേഷിച്ചില്ലേ? എന്തേ മക്കളെ കല്യാണത്തിന്റെ വിഷയത്തിൽ സുന്നത്ത് അന്വേഷിക്കാതെ പോയത്? എന്തേ മക്കളെ കല്യാണം ജൂതവൽക്കരിക്കപ്പെട്ടത് എപ്പോഴും മുതലായിരുന്നു? ഇതിൽ പണ്ഡിതന്മാരൊഴിവാണോ? പാമരന്മാരൊഴിവാണോ? ഉമറാക്കൾ ഒഴിവാണോ? മക്കളെ കല്യാണത്തിന്റെ ഏർപ്പാടുകൾ നമ്മളെ വക കുറെ കൂട്ടിയില്ലേ നമ്മൾ? നമുക്കെന്താ അവകാശം കൂട്ടാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കെട്ടിയിട്ടുണ്ട്. ആ മക്കൾ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഈ ഉമ്മത്തിനെ. ഫാത്തിമത്തു സുഹ്റാനെ കെട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെമ്മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ. എന്തേ നമ്മൾ പ്രാവർത്തികമാക്കിയില്ല? സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും കൂടി ഈ വിഷയത്തിൽ ജൂതായിസം സ്വീകരിച്ചില്ലേ? കല്യാണം കുടുംബക്കാരെ കൂട്ടാനുള്ള ഏർപ്പാടാണോ? ബന്ധുക്കൾക്ക് ചോറ് കൊടുക്കാനുള്ള ഏർപ്പാടാണോ കല്യാണം? അതിന് ഇസ്ലാമത്തിന് വകുപ്പ് വേറെ ഉണ്ടല്ലോ ഇസ്ലാമിൽ. ബന്ധുക്കൾക്കും കുടുംബത്തിനും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമത്തിന് വകുപ്പ് വേറെ ഉണ്ടല്ലോ. അത് കല്യാണം വെച്ച് കൂട്ടിക്കടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിവാഹം ഇത്രയും വലിയൊരു ഭാരമുള്ള ജോലിയാക്കി തീർത്തത് ആരാ? ഈ ഉമ്മത്തല്ലേ. കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കി ഒരു ഉളുപ്പില്ലാണ്ട് പോയിട്ട് തിന്നില്ലേ നമ്മൾ? ഏതടിസ്ഥാനത്തിലാ തിന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമാന്റെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? നുബുവത്തിന്റെ അടിസ്ഥാനത്തിലും ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ കഴിച്ചു കൊടുത്തത്? അള്ളാഹ് നടത്തുന്ന വഹീദിന്റെ അടിസ്ഥാനത്തിലല്ലേ ഫാത്തിമാന്റെ കല്യാണം കഴിച്ചത്? അതോ നബി തങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ? എന്തേ റസൂലുള്ളാഹി തങ്ങൾ കുടുംബക്കാരെ വിളിച്ചില്ല? എന്തേ റസൂലുള്ളാഹി തങ്ങൾ ബന്ധുക്കളെ വിളിച്ചില്ല? എന്തേ റസൂലുള്ളാഹി തങ്ങൾ നജ്ജാശി രാജാവിനെ വിളിച്ചില്ല? എന്തേ മുക്കൗക്കിസ് രാജാവിനെയും ഹിക്കൽ ചക്രവർത്തിയെയും വിളിച്ചില്ല? എന്തേ ഔസ് ഖദ്റജ് ഗോത്രത്തലവന്മാരെ വിളിച്ചില്ല? എന്തേ ബനു നദീർ ബനു കൈനുക്കായ ഗോത്രക്കാരെ വിളിച്ചില്ല? നമ്മൾ വകുപ്പുണ്ടാക്കുക അല്ലേ? ഫാത്തിമത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഈ നേതാക്കന്മാരെ വിളിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നിട്ടൊരു പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? നമ്മൾ ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്നവര് പന്തലം കെട്ടി വെളുത്ത് പോത്തിനേർത്ത് വെളുത്ത പന്തലം കെട്ടി പോത്തിനേർത്തി ബിരിയാണിയും വെച്ച് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സകല കൊമ്പന്മാരെയും വിളിച്ച് ബിരിയാണി തീറ്റിക്കുമ്പോൾ അഷ്റഫുൽ ഖൽക്കിനെയും ഫാത്തിമാനെ ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? ഓർത്തോ? നമ്മൾ ഓർത്തോ? എന്തെല്ലാം അനാചാരങ്ങളാണ് ഇസ്ലാമിന്റെ തലപ്പത്തിരിക്കുന്നവർ കല്യാണത്തിനുണ്ടാക്കി തീർത്തത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചേക്കാം, മൗലവി സാഹിബെ ഞങ്ങൾക്ക് വലിയ കുടുംബമാണ്, വലിയ ആൾക്കാരുള്ളതാണ്, വലിയ ശിഷ്യന്മാരിലുള്ളതാണ്, വലിയ ആൾക്കാരുള്ളതാണ്, അപ്പൊ കൂടാണ്ട് ചെയ്യോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പാവം ആഫ്രിക്കയിൽ നിന്ന് നാട് കടത്തിയിട്ട് വന്നത്. തങ്ങൾക്ക് കുടുംബമില്ല, അഷ്റഫുൽ ഖൽക്കിന് ബന്ധുക്കളില്ല, അഷ്റഫുൽ ഖൽക്കിന് തറവാട്ടുകാരനല്ല, അഷ്റഫുൽ ഖൽക്കിന്റെ മോള് ഫാത്തിമാക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല. മുർത്തദ്ദായി പോകുന്ന വാക്ക് പറയരുത്. ഇത് ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്. തിന്നാനായി വിധിക്കപ്പെട്ടവർക്ക് ഇത് മനസ്സിലാവില്ല. ആദർശത്തിന്റെ നേരിയ രീതിയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ വിദേഹത്തിന്റെ ചോറാണ് ഇതൊക്കെ. നാളെ ആഖിറത്തിൽ വിദേഹത്തിന്റെ ചോറിന് മറുപടി പറയേണ്ടി വരും. അതേപോലെ തന്നെ നിക്കാഹിന്റെ അന്ന് 10,000-കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ടിട്ട് നാം ആർഭാട കല്യാണം നടത്തിയില്ലേ? റസൂലുള്ളാഹി തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടല്ലേ നാം ആ രീതിയിലാക്കിയത്? അഷ്റഫുൽ ഖൽക്കിന്റെ മോള് ഫാത്തിമ, ആ ഫാത്തിമ എന്റെ മോളെ പോലെയല്ല, ഒരു സാധു ഫക്കീറായ മനുഷ്യന്റെ മോളാണ്. ഞാൻ ഈ നാട്ടിലെ പണക്കാരനാണെന്ന് ആദ്യാക്കന്മാരും മുസ്ലിക്കന്മാരും ചിന്തിച്ചില്ലേ?
കല്യാണത്തെ പണക്കാർക്ക് പണം ചെലവഴിക്കാനുള്ള വഴിയും പണ്ഡിതന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴിയാക്കി മാറ്റിയില്ലേ കല്യാണം? നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം നടത്തുമ്പോൾ ഒരു പോത്തിനിറത്തിട്ട് ബിരിയാണിയും വെച്ച് ഒരു വെളുത്ത തുണി കൊണ്ട് പന്തലം കെട്ടി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വൻ സ്രാവുകളെ വിളിച്ചു വരുത്തിയാൽ ഒരു മോളെ കല്യാണമാണെങ്കിൽ 100 മക്കളെ കല്യാണം നടക്കുന്ന പൈസ കാശെത്തൂലേ? അതല്ല പണ്ഡിതന്മാരെ കല്യാണത്തെ വിദ്വത്വൽക്കരിച്ചത്. പണക്കാരനെ സംബന്ധിച്ചോളം പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ ഏർപ്പാടാക്കി മാറ്റിയില്ലേ കല്യാണം? ജനകീയവൽക്കരിക്കപ്പെടേണ്ട ഇബാദത്ത് പൈശാചികവൽക്കരിക്കപ്പെട്ടില്ലേ ഈ ഉമ്മത്തിന്റെ കൈകളാൽ? അതിന് പള്ളി കമ്മിറ്റിയും നേതൃത്വവും സപ്പോർട്ടും ചെയ്തില്ലേ? എന്താ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പെൺകുട്ടികൾക്ക് എന്തിനാണ് കാശിയലവ് വിവാഹത്തിന്? ഇസ്ലാമിക ശരീഅത്തിൽ പെൺകുട്ടികൾക്ക് കാശിയലവുണ്ടോ കല്യാണത്തിന്? പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായനിധി ഉണ്ടാക്കാൻ നമുക്ക് ഏതാ വകുപ്പ്? ആൺകുട്ടികളെ കെട്ടിക്കാനാണ് സഹായനിധിയെങ്കിൽ വകുപ്പുണ്ട്, സുന്നത്തായ വകുപ്പുണ്ട്. പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സഹായ കമ്മിറ്റി ഉണ്ടാക്കാൻ ഏതാ വകുപ്പ്? നമ്മൾ ഉണ്ടാക്കിയ വകുപ്പല്ലേ അത്? നമ്മളെ വകുപ്പല്ലേ അത്? സാധുക്കളായ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ട് പണപ്പിരിവ് നടത്തി. അത് ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് പിരിച്ചതെങ്കിൽ സുന്നത്ത് കിട്ടൂലായിരുന്നോ? പെൺകുട്ടിക്ക് വേണ്ടി പിരിക്കാൻ ഏതാ വകുപ്പ് ഇസ്ലാമില്? ഇസ്ലാമിക ശരീഅത്തിൽ പെൺകുട്ടികളെ കല്യാണം നടത്താൻ എന്താ ചെലവ്? 5 പൈസന്റെ ചെലവ് ഇസ്ലാമിക ദൃഷ്ടിയ പെൺകുട്ടികളുടെ ചെലവിലില്ലല്ലോ. നമ്മൾ ആവശ്യമില്ലാത്ത ജൂതായുസം കടത്തിക്കൂട്ടി ഉമ്മത്തിന്റെ പെരടിക്ക് ഭാരം ചുമപ്പിച്ച് ആ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി വിദഗ്ധമായ വഴികൾ സ്വീകരിച്ച് പൈസ ഉണ്ടാക്കിയില്ലേ നമ്മൾ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട്? ഇപ്പോൾ എന്താ യസബുൽക്കിന്റെ ശരീരത്തിന് വിവാഹം ഒരു പരിപാടി ഖത്തീർ സാഹിബ് വന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ സവ്വൈതുക വാങ്കഹതുക കൊടുങ്കയത്തിലേക്ക് ഫാത്തിഹ എല്ലാം ക്ലിയറായി, എല്ലാ ഹറാമും ഹലാലായി, എല്ലാ വിദഗ്ധത്തും സുന്നത്തായി. ആകെ ചെയ്യുന്ന ജോലി എന്താ? ദബുൽ തുക്കിയും അങ്ങേ തുക്കിയും പറയാൻ പള്ളി കമ്മിറ്റിന്റെ ഓർഡർ വേണം. സ്ത്രീധന പൈസക്ക് ടാക്സ് വാങ്ങിയില്ലേ പള്ളി കമ്മിറ്റിക്കാര്? സ്ത്രീധന പൈസക്ക് ടാക്സ് വാങ്ങാന്നുള്ള പരിപാടി ബിസ്മീൻ കുട്ടി കള്ളുടിക്കും പോലെയല്ലേ? കള്ളുകുടിക്കലോ തെറ്റ്, ബിസ്മീൻ കൂടി കൂട്ടിയാൽ അതേപോലെയല്ലേ പള്ളി കമ്മിറ്റിക്കാര് സ്ത്രീധന പൈസക്ക് ടാക്സ് നിശ്ചയിച്ചത്? നമ്മൾ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് പോലെ നാട് മുഴുവനും കള്ളുഷാപ്പ് ഓർക്കുക, റാക്ക് ഷാപ്പ് ഓർക്കുക, എന്നിട്ട് കുട്ടി സഖാക്കളെ കള്ളിനെതിരായിട്ട് സമരം ചെയ്യിപ്പിക്കുക. എന്തൊരു പരിപാടിയാണ് ഇത്? ഇത് ഈ ഉമ്മത്തരം കടന്നുകൂടിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോക്ക് 15 വയസ്സ് പ്രായം, പ്രിയപ്പെട്ട മോള് ഫാത്തിമക്ക് 15 വയസ്സ് പ്രായം. നുബുവത്തിന്റെ 1-ാം കൊല്ലമാണ് ഫാത്തിമ ജനിച്ചത്. നുബുവത്തിന്റെ 15-ാം കൊല്ലമാണ് മോളെ കല്യാണം. ഹിജ്റയുടെ 2-ാം വർഷം മദീനയിൽ വെച്ച്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അനസ്, നീ നാളെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറയണം. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, ഉസ്മാൻ ദിന്നൂറൈനിയുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്. അൻസാരിക്കാരെ കൂട്ടത്തിൽ ഒരു 5-8 പേര് പറഞ്ഞു കൊടുത്തു. ഇവരോടൊക്കെ പള്ളിയിലേക്ക് വരാൻ പറയണം. അനസ് റളിയല്ലാഹു അൻഹു ഇവരെല്ലാം പോയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവർ കൃത്യസമയത്ത് ക്ഷണിച്ച സമയത്ത് മസ്ജിദുൻ നബവിയിലെത്തി. അഷ്റഫുൽ ഖൽഖ് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ വിളിച്ചത് എന്താണെന്ന് അറിയില്ല അല്ലേ? ശരിയാ, നിമിതങ്ങൾ ആവശ്യം പറഞ്ഞിട്ടല്ലായിരുന്നു വിളിച്ചത്, പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇന്നെന്റെ മോളെ നിക്കാഹാണ്, ഫാത്തിമാന്റെ. സഹാബാക്കൾ ഞെട്ടി. കാരണമുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമാനെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സഹാബാക്കൾ പേരപ്പെട്ട പല സഹാബാക്കൾക്കും ഫാത്തിമാനെ കെട്ടിയ തിരക്കേണ്ടെന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ 2 പെൺമക്കളെ കെട്ടിയ ആളാണ്. ഫാത്തിമാനെ കെട്ടിയ തിരക്കേണ്ട എന്ന് പല പേരപ്പെട്ട സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട്. പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു അല്ലാഹു തആല. ആരാണ് പുതിയാപ്പിളാന്നറിയാൻ വേണ്ടി ഭയങ്കര പ്രതീക്ഷയുണ്ട് സഹാബാക്കൾക്ക്. ആകെ 10-18 പേര് വരുന്നവർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മോളെ കെട്ടുന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. പറ്റിയ പുതിയാപ്പിള, മൂത്താപ്പാന്റെ മോനാണ്. ചെറുപ്പത്തിലേ അറിയാം, ഫാത്തിമാക്ക് പറ്റിയ സാധനം. 1 ഉറുപ്പിക്ക് ഗതിയില്ലാത്ത പാവം, കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത സാധു അല്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. ഉടൻ തന്നെ അഷ്റഫുൽ ഖൽഖ് വിവാഹത്തിലേക്ക്, നിക്കാഹിലേക്ക്, ഖുതുബയിലേക്ക് പ്രവേശിച്ചു. എന്താണ് ഖുതുബ? മൈക്കും കെട്ടിയിട്ട് പ്രസംഗിക്കുക, നിക്കാഹിന്റെ പേരും പറഞ്ഞിട്ട്. ഇല്ലല്ലോ, അല്ലാഹു റസൂൽ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയില്ലല്ലോ. ഹംദ് പറഞ്ഞു, സലാത്ത് പറഞ്ഞു, ഖുർആൻ ശരീഫിൽ 3 ആയത്ത് ഓതി ഉടൻ തന്നെ നിക്കാഹിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതും ലളിതമാക്കി റസൂൽ തങ്ങൾ.
മൈക്കും കെട്ടിയിട്ട് ക്യാമറാമാനെയും വെച്ചിട്ട് മുസ്ലിയാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഭയങ്കരമായ വാദോരത പ്രസംഗം നടത്തിയിട്ടില്ല, അതിന് ഏർപ്പാടുമില്ല. അതും ലളിതമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശബുൽഹൾക്ക് ഒരിക്കലും വിവാഹത്തിന്റെ മജ്‌ലിസ് ദൈവത്തിന്റെ മജ്‌ലിസാക്കിയിട്ടില്ല. കല്യാണത്തിന്റെ സദസ്സ് ദൈവത്തിന്റെ സദസ്സാക്കിയിട്ടില്ല. എങ്കിൽ അശബുൽഹൽക്കിന് ഖുറൈശി കൂട്ടത്തെയും ജൂത സമൂഹത്തിന്റെ നേതൃത്വത്തെയും ബനൂ നദീർ, ബനൂ ഖുസൈമ ഗോത്രക്കാരെയും ഔസ് ഖദ്റജ് ഗോത്രത്തിലെയും തലവന്മാരെ വിളിച്ചുകൂട്ടി ഭയങ്കരമായ ഒരു സദസ്സുണ്ടാക്കി അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ദഅവത്ത് നടത്താമായിരുന്നു. കിട്ടുന്ന ചാൻസിൽ 10 ആളെ കാണുന്നിടത്തെല്ലാം അള്ളാഹിനെയും പറഞ്ഞു നടത്തുന്ന നബിയ. മിനായിലെ ഹജ്ജിന് വരുന്ന ഹാജിമാരുടെ അടുക്കലേക്ക് അബ്ബാസ് റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് പോയി റസൂലുള്ളാഹി തങ്ങൾ ദഅവത്ത് നടത്തുമായിരുന്നു. 10 ആൾ കൂടിയ സ്ഥലത്തെല്ലാം പോയിട്ട് ഈമാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മോളെ കല്യാണം പറഞ്ഞാൽ പേർഷ്യൻ റോമൻ രാജാക്കന്മാര് വരും. അശബുൽ ഖൽക്കിനെ മക്കായിൽ നിന്ന് സഹായിച്ച ആളാണ് നജ്ജാശി രാജാവ്, അപ്പൊ സിരിയൻ രാജാവ് നജ്ജാശി. ആ നജ്ജാശിയെ വിളിച്ചു വരുത്താമായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക് മോളെ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട്. എന്തടിസ്ഥാനത്തിലെ സുഹൃത്തുക്കളെ സകല കാറൂന്മാരെയും ചെറുമാരെയും വിളിച്ചു വരുത്തുന്ന മക്കളെ കല്യാണം നടത്താൻ ഏർപ്പാടാക്കിയത് ഏതാ സുന്നത്ത്? അറാക്കിന്റെ കൊള്ളിയും തലീക്കെട്ടിന്റെ വാലും കുപ്പായത്തിന്റെ നീളവും അളക്കാൻ നമ്മൾ സുന്നത്ത് അന്വേഷിച്ച് നടന്നില്ലേ? എന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഈ സുന്നത്ത് അന്വേഷിക്കാൻ ആർക്കും കഴിയാത്തത്? എന്താ അശബുൽഹൽക്കൊന്നും പഠിപ്പിച്ചിട്ടില്ല ഈ വിഷയത്തിൽ? വിവാഹത്തെ നാം ജൂതവൽക്കരിച്ചു, നാം വിവാഹത്തെ ക്രൈസ്തവൽക്കരിച്ചു. അതിന്റെ ഈറ്റുനോവും പേറ്റുനോവും അനുഭവിക്കാണ് ഈ സമുദായം. ഈ കാര്യത്തിൽ ഉമറാക്കളും ഉലമാക്കളും ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചടക്കുന്ന തൊഴിലാളികളെ പരിഗണിച്ചില്ല, ഉന്തുവണ്ടി വലിക്കുന്ന അധ്വാനിക്കുന്നവനെ പരിഗണിച്ചില്ല. ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിക്കുന്ന 90% പേരുടെ ഈ സമുദായത്തിലെ താഴ്ന്ന ഘട്ടത്തിലുള്ളവർ ആര് പരിഗണിച്ചു? മുസ്ലിയാക്കന്മാര് പരിഗണിച്ചോ? ആര്യാക്കന്മാര് പരിഗണിച്ചോ? ഇസ്ലാമിന്റെ അണ്ടത്തിൽ മൈക്കും കെട്ടിട്ട് ഇസ്ലാമിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവർ വർഷം പരിഗണിച്ചോ? ഇവിടെ എല്ലാം അശബുൽഹൽക്കിനെ മറന്നില്ലേ? ഭയങ്കരമായ പന്തലും കെട്ടി ഡോക്ടർ ബഫെ എന്ന ജൂതന്റെ സംസ്കാരത്തിൽ ബഫെ ഉണ്ടാക്കിയില്ലേ നാം? എന്താണ് ബഫെ? ഡോക്ടർ ബഫെ ആരായിരുന്നു? ഒരു ജൂതനായിരുന്നില്ലേ? ഒരു ജൂതശാസ്ത്രജ്ഞനായിരുന്നില്ലേ ഡോക്ടർ ബഫെ? ജൂതശാസ്ത്രജ്ഞനാണെങ്കിൽ അയാൾ പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. 2 പെമ്മക്കളുണ്ട് ഡോക്ടർ ബഫേക്ക്. ആ പെമ്മക്കളെ കല്യാണത്തിന്റെ സമയം വന്നു. അദ്ദേഹമാവട്ടെ ആദർശത്തിൽ നിന്ന് 2 മണി തൂക്കം വ്യത്യാസം കാണിക്കാൻ തയ്യാറുമല്ല, ജൂതമതക്കാരനാണ്. അദ്ദേഹം ആ ആദർശത്തിൽ പിടിച്ചു നിന്നു. ഒന്നിക്ക് പന്തലിടാനോ അല്ലെങ്കിൽ ഒരു കസേര പോലെ അപ്പുറത്തിപ്പുറത്ത് വായ്പ വാങ്ങാനോ ഡോക്ടർ ബഫെ തയ്യാറല്ല. 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ട് ഡോക്ടർ ബഫേക്ക്, ശാസ്ത്രജ്ഞന്മാരായ ശിഷ്യന്മാർ. അവര് പറഞ്ഞു കല്യാണം പൊടിപൂരമാക്കണമെന്ന്. സാറൊന്നും കാണണ്ട, ഞങ്ങളായിക്കോളാം. നോ, എന്റെ മക്കളെ കല്യാണം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം, ആ രീതിയിലേ ഞാൻ കഴിക്കുള്ളൂ കല്യാണം. ഞങ്ങളെല്ലാം കല്യാണത്തിന് വരാൻ തയ്യാറാ, നിങ്ങൾ വന്നാലും പോയാലും ശരി, ഇതിലൊരു മാറ്റം വരുത്താൻ ഞാൻ തയ്യാറില്ല. എന്റെ ഈ കൂരയിൽ വെച്ച് മാത്രമേ ഞാൻ കല്യാണം നടത്തുള്ളൂ, എന്റെ ഈ കൂരയിൽ കൊള്ളുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ക്ഷണിക്കുള്ളൂ. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങളായിക്കോളാം ബാക്കിയുള്ള കാര്യം. ഭക്ഷണം തയ്യാറാക്കി. 1000-കണക്കിന് ശിഷ്യന്മാര് കല്യാണത്തിന് വന്നു. ഡോക്ടർ ബഫെ ഒരു പന്തല പോലും അനുവദിച്ചില്ല. ഭക്ഷണമുണ്ടാക്കി വീട്ടിന്റെ ഒരു മൂലയിൽ കൂട്ടി. വന്നവർ ഈ ഡോക്ടർ ബഫയുടെ ആദർശത്തിന്റെ തീവ്രതയിൽ അനുസരിച്ചുകൊണ്ട് കിട്ടിയ ഭക്ഷണം കോരിത്തന്നിട്ട് സ്ഥലം വിട്ടു. ഒരു ഉളുപ്പുമില്ലാണ്ട് ഈ ഡോക്ടർ ബഫെ അതിന്റെ ജൂബിനെ പിൻപറ്റിയില്ല ഈ സമുദായം ഇല്ലേ? രാജാക്കന്മാരും മുസ്ലിയാക്കന്മാരെയും എല്ലാം ബഫെ ഉണ്ടാക്കിയില്ല വീട്ടില്. ആരടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ബഫെ? മുഹമ്മദ് റസൂൽ അടിസ്ഥാനമാക്കിക്കൊണ്ടോ? ഖുർആനുമായത്തും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും സംഘടനന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനും ആവരുത്. എന്റെ നിങ്ങളെയും വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവിന്റെ അടിമയാണെന്ന് കാണിച്ചു കൊടുക്കാനായിരിക്കണം, അശബുൽ ഖൽക്കിന്റെ അനുയായിയാണെന്ന് കാണിച്ചു കൊടുക്കാനായിരിക്കണം. അവിടെ എത്തുമ്പോഴാണ് ജിഹാദ് പ്രകടമാവേണ്ടത്. അവിടെയാണ് ജിഹാദ് പ്രകടമാകേണ്ടത്. താല്പര്യത്തിനെതിരായി അശബുൽ ഖൽക്കിന്റെ മാനസികാവസ്ഥയെ പരിഗണിക്കുമ്പോഴാണ് ജിഹാദ് പ്രകടമാകേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? ചരിത്രകാരന്മാർക്കിടയിൽ ഇന്ന് ഈ സമുദായം ചെയ്യുന്ന തോന്നിവാസം കണ്ടാൽ എന്താ ചരിത്രകാരൻ എഴുതുക? പാവപ്പെട്ട മുഹമ്മദ് ഗതിയില്ലാത്തത് കൊണ്ട് ഫാത്തിമാനെ അങ്ങനെയാക്കി. ഇപ്പോഴത്തെ മുസ്ലിയാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും ഇവിടുത്തെ പ്രഭുക്കന്മാരും പ്രജകന്മാരും ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സും പറഞ്ഞ് നടക്കുന്നവർ, അവർ ദൂർത്തടിച്ച് ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയത് മുഹമ്മദ് മുസ്തഫാന്റെ അനുയായികളായതുകൊണ്ടല്ല, മുഹമ്മദ് മുസ്തഫാനെ വിലവെക്കാത്തത് കൊണ്ടാണ്. ഒരു ചരിത്രകാരൻ എഴുതിയാൽ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക?